മലപ്പുറം ജില്ലയോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയല്ലേ, ചതിയല്ലേ? ഒരു ജില്ലയിലെ കണക്ക് മാത്രം എടുത്ത് കാണിക്കുക, എന്നിട്ട് ഇതെല്ലാം ദേശവിരുദ്ധത്തിന് വരുന്ന പണമാണെന്ന് പറയുക. ഏത് തെളിവാണുള്ളത്? സർക്കാർ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ PR ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു. ഒരു ജില്ലയാകെ, ഒരു സമൂഹത്തെയാകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു. അപ്പൊ മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ? എന്താ കാരണം? അവിടെ ഭൂരിപക്ഷ മുസ്ലിം, including those lanes as part of the chief minister's statements of that day, was a lapse that revealed lack of journalistic rigor and we apologize for this error. അതാ പത്രത്തിന് സംഭവിച്ച എഡിറ്റോറിയൽ വീഴ്ചയാണ് എന്ന് പത്രം തന്നെ സമ്മതിച്ചിരിക്കുന്ന വിഷയത്തെ മലപ്പുറവുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പോകുന്നത് ഏത് ശക്തികളാണ്? അഭിമുഖത്തിൽ പറഞ്ഞിട്ടേയില്ല. അത് ചേർത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ചീഫ് മിനിസ്റ്റർ പറയാത്ത കാര്യം അല്ലല്ല, പ്രശ്നം അതാ പറഞ്ഞ. ആ PR ചീഫ് മിനിസ്റ്റർ കൊണ്ടോ? ഏത് ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടാ? ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കൊടുത്തോ? ഇല്ല. ഏതെങ്കിലും ഒരു PR ഏജൻസി ഏതെങ്കിലും വലിയ പോകാൻ കൊടുത്താൽ പത്രം എടുത്ത് പ്രസിദ്ധീകരിച്ചാൽ അതാണ് ചോദിച്ചത്. അതിന് മറുപടി